നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഇപ്പൊ 2026 നമ്മുടെ ആദ്യത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ആണ്. കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് പോയാലോ? എപ്പോഴും പറയുന്നത് പോലെ ക്ലാസ് ഇരുന്ന് തന്നെ പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ക്ലാസ് കണ്ട് പഠിച്ച ശേഷം ഇതൊന്ന് റിവിഷൻ അടിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കയറി ഡൗൺലോഡ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഉണ്ടായിരിക്കും. ഹർഷിതം എഡ്യൂടെക് എന്ന് ടെലഗ്രാമിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. സ്റ്റാർട്ട് ചെയ്താലോ? ഷോർട്ട് കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യത്തെ ചോദ്യം, 2025 ഡിസംബർ മാസം അന്തരിച്ച ബംഗ്ലാദേശിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരാണ്? 1991 മുതൽ 96 വരെയും 2001 മുതൽ 2006 വരെയും ബംഗ്ലാദേശിന്റെ വനിതാ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് ഖാലിദ സിയ. ഖാലിദ സിയയാണ് 2025 ഡിസംബർ മാസം അന്തരിച്ചത്. ഓർക്കുക, ഖാലിദ സിയ. ഓക്കെ, അടുത്ത ചോദ്യം, 2025 ഡിസംബറിൽ ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാണ്? ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് കാമ്യ കാർത്തികേയൻ. ആരാണ്? കാമ്യ കാർത്തികേയൻ. കാമ്യ കാർത്തികേയൻ. 2025 ഡിസംബർ മാസത്തിലെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? 96 റംസാർ സൈറ്റുകളാണ് ഇന്ത്യയിൽ ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ള സംസ്ഥാനം ചോദിച്ചാൽ തമിഴ്നാട്. അപ്പൊ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിനാണ് ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ളതെന്ന് ചോദിച്ചാൽ തമിഴ്നാടിനാണ് ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ളത്. ഇപ്പൊ 2025 ഡിസംബർ മാസം ഇന്ത്യയിൽ നിന്നും റംസാർ പട്ടികയിൽ 2 സൈറ്റുകൾ കൂടി ഉൾപ്പെട്ടു. അതേതൊക്കെയാണ് ഈ സൈറ്റുകൾ? ഇമ്പോർട്ടന്റ് ആണ്. രാജസ്ഥാനിലെ സിലിസർഹ് തടാകവും ഛത്തീസ്ഗഡിലെ കോപ്ര റിസർവോയർ അഥവാ കോപ്ര ജലാശയവും 2025 ഡിസംബർ മാസമാണ് റംസാർ പട്ടികയിൽ ഇടം നേടിയത്. അപ്പോൾ ടോട്ടൽ 96 റംസാർ സൈറ്റുകളാണ് ഇന്ത്യയിൽ നിന്നും റംസാർ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത്. ഓർക്കുക, അപ്പൊ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ള ഇന്ത്യയിലെ സംസ്ഥാനം ചോദിച്ചാൽ തമിഴ്നാടാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞ 3 ചോദ്യവും കിട്ടിയോ? 2025 ഡിസംബർ മാസം അന്തരിച്ച ബംഗ്ലാദേശിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരാണ്? ഖാലിദ സിയെ ആണ്. 2025 ഡിസംബറിൽ ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആര്? കാമ്യ കാർത്തികേയൻ. 2025 ഡിസംബർ മാസം ഇന്ത്യയിൽ നിന്നും റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട സൈറ്റുകൾ ഏതെല്ലാം? സിലിസർഹ് തടാകം, രാജസ്ഥാനിലെ സിലിസർഹ് തടാകവും കോപ്ര റിസർവോയർ അഥവാ കോപ്ര ജലാശയം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്നു. കിട്ടിയല്ലോ. അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇന്ന് പുതിയ ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. VFA, ബെഫ്കോ, LD, CPO, WCPO, ഫയർമാൻ മുതലായ പുതിയ ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്തോളാം. കാരണം ഇപ്പൊ ന്യൂ ഇയർ ഓഫർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത് ഈ കോഴ്സുകൾക്ക് മാത്രമല്ല, നമ്മുടെ ആപ്പിലെ എല്ലാ കോഴ്സുകൾക്കും ന്യൂ ഇയർ ഓഫർ അവൈലബിൾ ആണ്. ഏത് കോഴ്സിനായാലും 10% ഡിസ്കൗണ്ട് ഫീസിൽ കിട്ടുന്നതായിരിക്കും. നമ്മുടെ ആപ്പിലെ കമ്പനി LGS 10th ലെവൽ എല്ലാ പരീക്ഷയുടെയും കോഴ്സ്, അതുപോലെ +2 ലെവൽ കോഴ്സ്, ഡിഗ്രി ലെവൽ എല്ലാ കോഴ്സുകളും വളരെ മിതമായിട്ടുള്ള ഫീസിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ്സുകൾ വരുന്നത്. പിന്നെ ക്ലാസ്സുകൾ കണ്ടിട്ട് ആപ്പിലെ ക്ലാസ്സുകൾ കണ്ടിട്ട് എന്നോട് തന്നെ ഡയറക്ട്ലി ചാറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. 24/7 ആപ്പിന്റെ ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കും. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പഠിക്കാവുന്നതാണ്. ഓക്കെ, ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി, ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും ആപ്പ് കിട്ടുന്നതായിരിക്കും. ഫോണിലും യൂസ് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയാലോ? നമ്മളെല്ലാവരെയും വേദനിപ്പിച്ച ഒരു വിയോഗമാണ് 2025 ഡിസംബർ മാസം 20 നമ്മളെ വിട്ടുപോയ മലയാള സിനിമയ്ക്ക് ഏറ്റവും അധികം സംഭാവന നൽകിയ പ്രശസ്ത നടനാണ് ശ്രീനിവാസൻ. ഇദ്ദേഹം അന്തരിച്ചത് എന്ന 2025 ഡിസംബർ മാസം 20 ഇദ്ദേഹം അന്തരിച്ചത്. ഇദ്ദേഹം ജനിച്ചത് ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ ഏതാണ്? മണിമുഴക്കമാണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ. ഇദ്ദേഹം തിരക്കഥാകൃത്തായിരുന്നു, നല്ലൊരു നടനായിരുന്നു, സംവിധായകനായിരുന്നു. ഇദ്ദേഹം തിരക്കഥ എഴുതിയ ആദ്യത്തെ ചലച്ചിത്രം ഏതാണ്? ഓടരുതമ്മാവ ആളറിയാം എന്ന ചിത്രത്തിലാണ് ഇദ്ദേഹം ആദ്യമായിട്ട് തിരക്കഥ എഴുതുന്നത്.
ഇദ്ദേഹം തിരക്കഥ എഴുതിയ അവസാനത്തെ ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പ്രകാശനാണ്, ഞാൻ പ്രകാശൻ. ഇദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമ ഏതാണ്? വടക്കു നോക്കി യന്ത്രമാണ് ഇദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമ, വടക്കു നോക്കി യന്ത്രം. അപ്പൊ ഇദ്ദേഹം അഭിനയിച്ച ആദ്യത്തെ സിനിമ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണിമുഴക്കം. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. 2026 ഏതൊക്കെ അന്താരാഷ്ട്ര വർഷങ്ങളായിട്ടാണ് UN ആചരിക്കാൻ തീരുമാനിച്ചത്? 3 അന്താരാഷ്ട്ര വർഷങ്ങളായിട്ട് UN 2026 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്ന് സുസ്ഥിര വികസന സന്നദ്ധ സേവകരുടെ അന്താരാഷ്ട്ര വർഷം. ഒന്നേതാണ്? സുസ്ഥിര വികസന സന്നദ്ധ സേവകരുടെ അന്താരാഷ്ട്ര വർഷം. 2 അന്താരാഷ്ട്ര കർഷക സ്ത്രീ വർഷം. കർഷക സ്ത്രീ അല്ല, കർഷക സ്ത്രീ വർഷം. 3 മേച്ചിൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം. അപ്പൊ 2026 ഏതൊക്കെ അന്താരാഷ്ട്ര വർഷങ്ങളായിട്ടാണ് ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? 3 അന്താരാഷ്ട്ര വർഷങ്ങളായിട്ടാണ് ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവ ഏതൊക്കെ? ഒന്നേതാണ്? സുസ്ഥിര വികസന സന്നദ്ധ സേവകരുടെ അന്താരാഷ്ട്ര വർഷം. 2 അന്താരാഷ്ട്ര കർഷക സ്ത്രീ വർഷം. 3 മേച്ചിൽപ്പുറങ്ങളിൽ അവിടെ മേയ്ക്കുന്ന കാലികളെയും മേയ്ക്കുന്ന ഇടയന്മാർ. അപ്പൊ അത് രണ്ടും കൂടി കണക്ട് ചെയ്ത് പഠിക്കാം. മേച്ചിൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം. 3 ഓർക്കുമല്ലോ. അടുത്തത് ഒരു ജീവചരിത്ര ഗ്രന്ഥമാണ്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ജീവചരിത്ര ഗ്രന്ഥം. ശ്രീനാരായണ ഗുരു അഥവാ അഭിനവ ബുദ്ധൻ. ഈ ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് P. വാസുദേവൻ ചെമ്പഴന്തി. P. വാസുദേവൻ ചെമ്പഴന്തിയാണ് ശ്രീനാരായണ ഗുരു അഥവാ അഭിനവ ബുദ്ധൻ എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞ 3 ചോദ്യവും കിട്ടിയല്ലോ. 3 പ്രധാനപ്പെട്ടതാണ്. അടുത്തയിലേക്ക് പോകാം. ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ എനർജി മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? പാട്നയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ എനർജി മ്യൂസിയം നിലവിൽ വരുന്നത് എന്ന് ഓർക്കുക. എവിടെയാണ്? പാട്നയിലാണ്. അടുത്തതും ഒരു വിയോഗമാണ്. K. ചന്ദ്രശേഖർ. ഇദ്ദേഹവും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഇദ്ദേഹം ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? ഇദ്ദേഹം ഒരു കലാ സംവിധായകനായിരുന്നു. ചലച്ചിത്ര മേഖല പ്രശസ്ത ചിത്രം മൈ ഡിയർ കുട്ടിച്ചാത്തൻ 3D ഇല്ലേ? ആദ്യത്തെ 3D ചലച്ചിത്രം, രാജ്യത്തെ തന്നെ ആദ്യത്തെ 3D ചലച്ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ 3Dയുടെ ഈ സിനിമയുടെ കലാ സംവിധായകനായിരുന്നു K. ശേഖർ. ഓർക്കുക. അടുത്തതും ഒരു വിയോഗം. 59ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് അടുത്തിടെ അന്തരിച്ചു. ആരാണ് അദ്ദേഹം? അദ്ദേഹം അന്തരിച്ച 2025 ഡിസംബർ മാസമാണ്. വിനോദ് കുമാർ ശുക്ല. 59ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ്. 2025 ഡിസംബർ മാസം അന്തരിച്ചു. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ എനർജി മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? പാട്നയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ എനർജി മ്യൂസിയം നിലവിൽ വരുന്നത്. K. ശേഖർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇദ്ദേഹം മൈ ഡിയർ കുട്ടിച്ചാത്തൻ 3D എന്ന സിനിമയുടെ കലാ സംവിധായകനായിരുന്നു. 2025 ഡിസംബർ മാസം അന്തരിച്ച 59ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആര്? വിനോദ് കുമാർ ശുക്ല. കിട്ടിയല്ലോ. എല്ലാ ചോദ്യങ്ങളും ക്ലാസ്സിൽ ഇരുന്ന് തന്നെ പഠിച്ചിട്ട് പോണേ. അടുത്തത്, രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ 10,000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ താരം ആരാണ്? സ്മൃതി മന്ദാനയാണ്. 10,000 റൺസ് രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ 10,000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ താരം സ്മൃതി മന്ദാന. അപ്പൊ 4ാമത്തെ താരം സ്മൃതി മന്ദാന. മറ്റു 3 താരങ്ങൾ ആരെല്ലാം? മിതാലി രാജ് ഇന്ത്യൻ ക്രിക്കറ്റർ തന്നെയാണ്. സൂസി ബെയ്റ്റ്സ് ന്യൂസിലൻഡിന്റെ ക്രിക്കറ്റർ ആണ്. ഷാർലറ്റ് എഡ്വേർഡ് ഇംഗ്ലണ്ടിന്റെ ക്രിക്കറ്റർ ആണ്. ഇത് 3 കൂടി ഓർത്തിരിക്കുക. 4ാമത്തെ താരമാണ് സ്മൃതി മന്ദാന. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ അത്ലറ്റ്സ് കമ്മീഷൻ ചെയർപേഴ്സൺ ആയി നിയമിതയായത് PV സിന്ധു. അപ്പോ ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ അത്ലറ്റ്സ് കമ്മീഷൻ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതയായത് ആരാണ്? PV സിന്ധു ബാഡ്മിന്റൺ താരമാണ്. ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എപ്പോഴും ചോദിക്കാറുണ്ട്. ഇതാണ് ബാഡ്മിന്റൺ കായിക താരമാണ് PV സിന്ധു. 2025 ഡിസംബർ മാസം പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ പ്രകൃതി തീം നേച്ചർ തീംഡ് എയർപോർട്ട്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്രകൃതി തീം വിമാനത്താവളം ഏതാണ് എന്ന് ചോദിച്ചാൽ ഗുവാഹട്ടിയിലെ ലോക്പ്രിയ ഗോപിനാഥ് ബർദോളി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുവാഹട്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ലോക്പ്രിയ ഗോപിനാഥ് ബർദോളി അന്താരാഷ്ട്ര വിമാനത്താവളം.
അടുത്ത ചോദ്യം, 2025 ഡിസംബർ മാസം ഖേൽ രത്ന പുരസ്കാരത്തിന് ശിപാർശ ചെയ്യപ്പെട്ട ഇന്ത്യൻ ഹോക്കി താരമാണ് ഹാർദിക് സിംഗ്. ഹാർദിക് സിംഗിനെ 2025 ഡിസംബർ മാസം ഖേൽ രത്ന പുരസ്കാരത്തിന് വേണ്ടിയിട്ട് ശിപാർശ ചെയ്യപ്പെട്ടിരുന്നു. ഹാർദിക് സിംഗ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓർക്കുക, ഹോക്കി കായിക താരമാണ്. പറഞ്ഞ 4 ചോദ്യം കിട്ടിയല്ലോ. അടുത്തതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നിയമനം. 2026 ജനുവരി മാസം കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്നത് ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്നത്. അടുത്ത ചോദ്യം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പോയിന്റ് തന്നെയാണ്. അങ്കണവാടിയിലൂടെ 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിതരണം ചെയ്യുന്ന കുടുംബശ്രീയുടെ പൂരക പോഷകാഹാരത്തിന്റെ പേരെന്താ? അമൃതം ന്യൂട്രിമിക്സ് ആണ്. അടുത്തതും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഒരു രാജ്യത്തിനെ പിന്തള്ളി ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ തന്നെ 4ാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായിട്ട് മാറി. ഏത് രാജ്യത്തിനെയാണ് പിന്തള്ളിയത്? ജപ്പാനെയാണ് പിന്തള്ളിയത്. ഇപ്പൊ ലോകത്തിലെ വലിയ സമ്പദ് വ്യവസ്ഥ 1ാം സ്ഥാനം അമേരിക്ക, 2ാം സ്ഥാനം ചൈന, 3ാം സ്ഥാനം ജർമ്മനി. അപ്പൊ 1ാം സ്ഥാനം അമേരിക്ക, 2ാം സ്ഥാനം ചൈന, 3ാം സ്ഥാനം ജർമ്മനി, 4ാം സ്ഥാനം ജപ്പാൻ ആയിരുന്നു. ഇപ്പോ ജപ്പാനെ മറികടന്ന് ഇന്ത്യയാണ് ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിട്ട് മാറിയത്. കിട്ടിയല്ലോ. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ജില്ലാ ആശുപത്രി. അടുത്ത PSC പരീക്ഷകളിൽ നിങ്ങൾ ഉറപ്പിക്കാൻ പോകുന്ന ചോദ്യം, മാർക്ക് നേടിത്തരുന്ന ചോദ്യമാണ്. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ജില്ലാ ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രി. ജില്ലാ ആശുപത്രിയിലാണ്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഫാക്റ്റാ. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ജില്ലാ ആശുപത്രി ഏതാണ്? എറണാകുളം ജനറൽ ആശുപത്രിയാണ്. രാജ്യാന്തര വനിതാ T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന താരം ആര്? ദീപ്തി ശർമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് T20 ക്രിക്കറ്റിൽ, രാജ്യാന്തര വനിതാ T20 ക്രിക്കറ്റിൽ ലഭിച്ചത്. ആർക്കാണ്? ദീപ്തി ശർമ്മയ്ക്ക്. ഓർക്കുക, ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് ദീപ്തി ശർമ്മ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി, സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഇത് നിർമ്മിച്ച ശില്പി, ഈ ഒരു പ്രതിമ ഉദ്ഘാടനം ചെയ്തപ്പോൾ അതിന്റെ ഫാക്ട്സ് എല്ലാം നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. ആരായിരുന്നു ആ ശില്പി? റാം വി സുധർ. അദ്ദേഹം അടുത്തിടെ അന്തരിച്ചു. റാം വി സുധർ, ഇദ്ദേഹം സ്റ്റാച്യു ഓഫ് യൂണിറ്റി അഥവാ ഏകതാ പ്രതിമയുടെ ശില്പിയാണ്. ഇദ്ദേഹം അടുത്തിടെ അന്തരിച്ചു. ഓർക്കുക. അടുത്തത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 2025 ഡിസംബർ മാസം പ്രധാനപ്പെട്ട ഒരു ഉപഗ്രഹ വിക്ഷേപണം നടന്നിട്ടുണ്ടായിരുന്നു. ഏതാണ് ഉപഗ്രഹം? ബ്ലൂബേർഡ് 6 എന്നത് ഇന്ത്യയുടെ ഉപഗ്രഹമല്ല, അമേരിക്കയുടെ ഉപഗ്രഹമാണ്. പക്ഷെ ഇത് വിക്ഷേപിച്ചത് ISRO ആണ്. അതാണ് പ്രത്യേകത. എന്നാണ് വിക്ഷേപിച്ചത്? 2025 ഡിസംബർ മാസം 24-നാണ് വിക്ഷേപിച്ചത്. അപ്പൊ 2025 ഡിസംബർ മാസം 24-ന് ISRO വിക്ഷേപിച്ച അമേരിക്കയുടെ ഏറ്റവും ഭാരമേറിയ വാണിജ്യ ഉപഗ്രഹം ഏത്? ബ്ലൂബേർഡ് 6. ഈ ഉപഗ്രഹം വിക്ഷേപിച്ചത് ഏത് റോക്കറ്റിലാണ്? LVM-3M6 എന്ന വിക്ഷേപണ വാഹനത്തിൽ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ഈ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചത്. ഈ ഒരു ഉപഗ്രഹത്തിന്റെ ദൗത്യം അല്ലെങ്കിൽ ലക്ഷ്യം എന്താണ്? ടവറിന്റെ സഹായമില്ലാതെ സ്മാർട്ട് ഫോണുകളിലേക്ക് നേരിട്ട് ഹൈ സ്പീഡ് സെല്ലുലാർ ബ്രോഡ്ബാൻഡ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അമേരിക്കയുടെ ദൗത്യത്തിന്റെ ഭാഗമായി വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ബ്ലൂബേർഡ് 6. എന്നാ വിക്ഷേപിച്ചത്? ക്രിസ്മസിന്റെ തലേദിവസം എന്ന് ഓർത്താ പോരെ. 2025 ക്രിസ്മസിന്റെ തലേദിവസം, 2025 ഡിസംബർ മാസം 24-ന്. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാ ചോദ്യങ്ങളും ക്ലാസ് ചെയ്യുന്നതിന് നിങ്ങൾ പഠിച്ചോട്ട് പോയില്ലേ? ഈ ചോദ്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവിഷൻ അടിക്കാൻ വേണ്ടിയിട്ട്, ഈ ഫാക്ട്സ് ഒന്നുകൂടെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഇതിന്റെ PDF ഞാൻ ഇട്ട് തരാം. നിങ്ങൾക്ക് കയറി ജോയിൻ ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ പുതിയ ബാച്ചുകൾ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷൻ ഓപ്പൺ ആണ്. കുറച്ച് സീറ്റുകളും കൂടെ ബാക്കിയുണ്ട്. നിങ്ങൾ എത്രയും വേഗം തന്നെ താല്പര്യമുള്ളവർ കയറി ജോയിൻ ചെയ്തോളാം. നമ്മൾ ടൈം ടേബിൾ വൈസ് ആയിട്ട് ഈ പറയുന്ന ഷോർട്ട് കറണ്ട് അഫയേഴ്സും മന്ത്ലി കറണ്ട് അഫയേഴ്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കോഴ്സിലും കിട്ടും കേട്ടോ. അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന പാക്കേജ് തന്നെ ആയിരിക്കും. സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് പോവാം. പിന്നെ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടി രേഖപ്പെടുത്താം. അപ്പൊ അടുത്ത ക്ലാസ് വീണ്ടും കാണാം. താങ്ക് യു.